ടി വെസ്റ്റിന്റെ ഡയറക്ഷനിൽ ഇലിയറ്റ് റോക്കറ്റ് സിനിമാറ്റോഗ്രാഫി ചെയ്ത 2022 സെപ്റ്റംബർ 16 റിലീസായ മൂവിയാണ് പേൾ. സിനിമയിൽ ടൈറ്റിൽ ക്യാരക്ടർ പേൾ ആയി അഭിനയിച്ചിരിക്കുന്നത് മിയ ഗോത്താണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ടി വെസ്റ്റും മിയ ഗോത്തും ചേർന്നാണ്. സിനിമയിൽ എല്ലാവരുടെ അഭിനയം മികച്ചതാണെങ്കിലും പേൾ എന്ന ആ കോംപ്ലക്സ് ക്യാരക്ടർ അവതരിപ്പിച്ച മിയ ഗോത്തിന്റെ പെർഫോമൻസ് എക്സലന്റ് ആണ്. ഹോളിവുഡ് സിനിമകളിൽ ഡാൻസർ ആകുന്നതും താരമാകുന്നതുമൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പേളിന്റെ ഹോളിവുഡ് സ്റ്റാർഡം ആഗ്രഹിച്ചുള്ള രക്തം പുരണ്ട ജീവിതമാണ് പേൾ എന്ന മൂവിയുടെ ഇതിവൃത്തം. ഒന്നാം ലോക മഹായുദ്ധത്തോടൊപ്പം സ്പാനിഷ് ഫ്ലൂവും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന 1918 കാലഘട്ടമാണ് മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. ടെക്സാസിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഫാമിലി ഫാം, അവിടെയാണ് പേളിന്റെ കുടുംബം ജീവിക്കുന്നത്. പേളിന്റെ അമ്മ വളരെ കർശന സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. അമ്മ നിരന്തരം അവളെ ഉപദേശിക്കുകയും കുടുംബത്തോടുള്ള അവളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് തളർന്നു വയ്യാതെ കിടക്കുന്ന അച്ഛനോടുള്ള കടപ്പാടിനെ കുറിച്ച് അവളെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ പേളും അമ്മയും തമ്മിൽ ഒരു സംഘർഷം എപ്പോഴും ആ വീട്ടിൽ നിലനിന്നിരുന്നു. അവളെ അവളുടേതായ ഒരു ലോകത്ത് ഒരു നിമിഷം പോലും ആർത്തുല്ലസിക്കാൻ വിടാതെ ഇരിക്കുന്ന അമ്മയെ തന്നെ അടിച്ചമർത്തുന്ന ആളായിട്ടാണ് പേൾ നോക്കിക്കാണുന്നത്. ആ ഫാമിൽ താൻ സ്വയം ട്രാപ്പിലായി പോയിരിക്കുന്നു എന്നാണ് പേൾ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ഇങ്ങനെ ഈ ഫാമിൽ തളച്ചിടപ്പെടേണ്ട ആളല്ല എന്നും ഈ ലോകം മുഴുവൻ തന്നെ അറിയണം, എല്ലാവരാലും സ്നേഹിക്കപ്പെടണം, മൂവിയിൽ ഡാൻസർ ആകണം എന്നൊക്കെ ആഗ്രഹിച്ച് ആ വീട്ടിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന പെൺകുട്ടിയാണ് പേൾ. തനിക്ക് എന്താണോ ആഗ്രഹം അതൊന്നും ചെയ്യാൻ കഴിയാതെ ഫ്രസ്ട്രേഷൻ അടിച്ച് തനിക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് ഇതിനേക്കാൾ ബെറ്റർ ലൈഫിന് തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞ് കലഹിച്ച് പതിയെ ഒരു കൊലപാതകിയായി മാറുന്ന പേൾ ക്രൂരതയുടെ ഒരു പര്യായം തന്നെയാണ് എന്ന് മൂവി കണ്ടു കഴിയുമ്പോൾ തോന്നും. ഫാമിലെ ഡക്കിനെ പിച്ച് ഫോർക്ക് കൊണ്ട് കുത്തിക്കൊന്ന ശേഷം തെഡ എന്ന പേരുള്ള ആറ്റിലെ ചീങ്കണ്ണിക്ക് തിന്നാനിട്ട് കൊടുക്കുന്നത് മുതൽ പേളിന്റെ ക്രൂരത മൂവിയിൽ പ്രേക്ഷകർ കണ്ടു തുടങ്ങുകയാണ്. തന്റെ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്നവർ ആരായാലും അവരെ ഇല്ലാതാക്കുന്ന വളരെ വയലന്റ് നേച്ചറുള്ള ഒരു സൈക്കോ ക്യാരക്ടറായി പതിയെ മാറുന്ന പേളിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ ശരിക്കും ഭീതി തോന്നും. അതേസമയം തനിക്ക് ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പേളിന് തന്നെ ഇടക്ക് തോന്നുന്നുമുണ്ട്. അതേപോലെ തന്നെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നത് അവളിൽ നിറഞ്ഞു നിൽക്കുന്നതും കാണാം. പേളിന്റെ ഹസ്ബൻഡ് ഹാവേർഡ് ആണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധ സമയമായതുകൊണ്ട് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മനസ്സുകൊണ്ട് തനിച്ചാണ് എന്നതും കാണാം. പ്രിയപ്പെട്ടവർ കാണിക്കുന്ന സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അവൾക്കത് സഹിക്കാൻ പറ്റാതെ വരികയും അവരെ തന്നെ ഇല്ലാതാക്കുന്നതും കാണാം. അതിനുദാഹരണമാണ് പ്രൊജക്ഷനിസ്റ്റിനെയും സിസ്റ്റർ ഇൻ ലോ മിത്സിയെയും ഒക്കെ കൊല്ലുന്നത്. പേൾ എന്ന ക്യാരക്ടറിന്റെ ഡെപ്ത് അറിയാൻ ഇത്രയൊക്കെ തന്നെ പര്യാപ്തമാണ്. ഐ വാണ്ട് ടു ബി ലവ്ഡ് എന്ന് പേൾ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഒരു നിമിഷമെങ്കിലും പേളിനോട് ചിലപ്പോൾ ഇഷ്ടം തോന്നിയെന്നും വരാം. കോൺഫീൽഡിലെ സ്കെയർക്രോവായി ഡാൻസ് ചെയ്യുന്നതും അതിന്റെ മേൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതും ചീങ്കണ്ണിയുടെ മുട്ട ഉടക്കുന്നതും 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ മോണോലോഗും ചർച്ചിൽ നടക്കുന്ന ഡാൻസ് ഓഡിഷനിൽ റിജക്റ്റ് ആകുന്നതും ജീർണിച്ച് അഴുകിക്കൊണ്ടിരിക്കുന്ന റോസ്റ്റ് ചെയ്ത ആ പന്നിയും എല്ലാം മൂവിയിൽ എടുത്തു പറയേണ്ട സീനാണ്. അവസാനം ഹോവേർഡ് യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കാണുന്ന വീട്ടിലെ ഭീകരമായ സ്ഥിതിയും ഭീതി നിറഞ്ഞ ദയനീയമായ പേളിന്റെ ആ ദീർഘനേരത്തേക്കുള്ള ആ ചിരിയും സിനിമ കണ്ട ആരും മറക്കില്ല. ഈ സിനിമ കാണുന്നത് ഒരിക്കലും ഒരു സമയനഷ്ടമല്ല. ഈ മൂവി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എല്ലാവരും പോയി കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ മൂവി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർ എന്തായാലും കമന്റ് സെക്ഷനിൽ വന്നിട്ട് കമന്റ് ചെയ്യണേ. നന്ദി, നമസ്കാരം.